ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ്. അതിനായി ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു കുക്കുംബർ, ഒരു ചെറിയ സവാള, ഒരു ചെറിയ തക്കാളി, ഒരു ചെറിയ പച്ചമുളക്, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചിക്ക്പീയാണ്, അതായത് വെള്ള കടല. ഇത് ഒരു 8 മണിക്കൂറെങ്കിലും കുതിർത്തതിന് ശേഷം കുക്കറിൽ നന്നായി വേവിച്ചെടുത്തിരിക്കുകയാണ്. വെള്ളമൊന്നും അധികം ഒഴിക്കാതെ അത് വേകാൻ വേണ്ടി മാത്രമുള്ള വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഒട്ടും തന്നെ അതിൻ്റെ വെള്ളം വേസ്റ്റായി പോകത്തില്ല. ഇതാ ഞാനിപ്പോൾ നന്നായിട്ട് വേവിച്ച് എടുത്തിട്ടുണ്ട്. ലേശം ഉപ്പ് ചേർത്താണ് വേവിച്ചേക്കുന്നത്. ഇത് കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാലഡാണ്. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ഇത് മാത്രം കഴിച്ചാൽ മതി. അതുപോലെ തന്നെ ഡിന്നറിനും ആണെങ്കിലും അങ്ങനെ കഴിച്ചാൽ മതി. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണിത്. ഇത് ഞാൻ കടല വേവിച്ചത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുക്കുംബർ പീൽ ചെയ്ത് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ സവാള ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുക്കുന്നു. അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരുന്ന എല്ലാ വെജിറ്റബിൾസും ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേതെങ്കിലും വെജിറ്റബിൾ അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. റോ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസൊക്കെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോയിൽ ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാവുന്നതാണ്. വെജിറ്റബിൾസ് ഏതാണെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ക്യാരറ്റും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരുന്ന പച്ചമുളകും ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. മല്ലിയില വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കാം. പക്ഷെ മല്ലിയില വളരെ ഹെൽത്തിയാണ്. നന്നായിട്ട് ക്ലീനാക്കി എടുക്കണം. അതാണ് ഇത്, കുറേ വിഷങ്ങളൊക്കെ അടിച്ചു വരുന്നതാണല്ലോ. അതുകൊണ്ട് നന്നായി ക്ലീൻ ചെയ്ത് എടുക്കണം. ഷുഗറുള്ളവർക്കൊക്കെ മല്ലിയില കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പം ഞാൻ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ചേർത്തു. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഹൈ പ്രഷറൊക്കെ ഉള്ളവർക്ക് ഉപ്പ് ഒഴിവാക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചാറ്റ് മസാലയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ ചാറ്റ് മസാല ചേർത്ത് കൊടുത്തു. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ലെമൺ ജ്യൂസാണ്. ഒരു ചെറിയ നാരങ്ങയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഞാൻ. ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അത് ചേർത്ത് കൊടുത്തു. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണിത്. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇതൊരു ബൗൾ കഴിച്ചാൽ മതി. അതുപോലെ തന്നെ ഡിന്നറിനാണെങ്കിലും ഇതൊരു ബൗൾ കഴിച്ചാൽ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മുമ്പായിട്ട് ഇതൊരു ബൗൾ കഴിക്കാം. അതിനുശേഷം നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അങ്ങനെ ഡിന്നറിനുമൊക്കെ ഇത് ഒരു ബൗൾ കഴിക്കുക. അതിനുശേഷം നോർമൽ ഫുഡ് കഴിക്കാം. അങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യാനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വെജിറ്റബിൾസ് എല്ലാം ചേർന്ന് വരുന്ന കാരണം വൈറ്റമിൻസും കടലയിൽ പ്രോട്ടീനും എല്ലാം അടങ്ങിയിട്ടുള്ള കാരണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണിത്. അതുപോലെ തന്നെ വ്രതം നോക്കുന്നവർക്കൊക്കെ, അരിയാഹാരം കഴിക്കാതെ വ്രതം നോക്കുന്നവർക്ക് ഇത് കഴിക്കാവുന്നതാണ്. ഇത് കഴിച്ച് നോക്കട്ടെ, വളരെ ടേസ്റ്റിയാണിത്. അടിപൊളി ടേസ്റ്റാണ്. ഉപ്പും പുളിയും ആ ചാറ്റ് മസാലയുടെ ആ ഫ്ലേവറും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ വളരെ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എന്തായാലും ഇഷ്ടമാകും. വീണ്ടും നല്ല വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.